ബ്രോക്കറേട്ടോ. ചേട്ടാ എനിക്ക് പറ്റിയ പെൺകുട്ടികൾ വല്ലതും ഉണ്ടോ ചേട്ടന്റെ കൈവശം? തനിക്ക് പറ്റിയ പെൺകുട്ടികളോ? അതിന് തന്നെ എനിക്ക് അറിയത്തില്ലല്ലോ. താൻ ആരാ? തനിക്ക് എന്ത് വേണം? വാടി വാണ്. എന്റെ പൊന്നി ഏട്ടൻ, ഞങ്ങൾ പാരമ്പര്യമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ആൾക്കാരാ. പാരമ്പര്യോ? എന്റെ അച്ഛനാണെങ്കിൽ അമ്പലത്തിൽ വെടിപൊട്ടിക്കില്ല പരിപാടി. എനിക്കാണെങ്കിൽ പാറമടയിൽ കല്ല് പൊട്ടിക്കില്ല പരിപാടി. എന്റെ അമ്മയ്ക്കാണെങ്കിലോ അടയ്ക്കാ പൊട്ടിക്കില്ല പരിപാടി. അങ്ങനെയാണെങ്കിൽ തന്റെ കുടുംബത്തിന് പറ്റിയ ഒരു പെൺകുട്ടി എന്റെ കസ്റ്റഡിയിലുണ്ട്. അച്ഛനെ മാല പൊട്ടിക്കലാ പാടി. നീ എന്റെ കയ്യിൽ നിന്ന് പൊട്ടിയിട്ട് മേടിക്കുന്നവർ പടി വിട്ടു നോക്കണ. സാമ്പത്തികമില്ലാത്തവന് ദാമ്പത്യം വിധിച്ചിട്ടില്ല. പ്രസിഡന്റ് എന്തായി ആലോചിക്കണേ? ശശാങ്ക, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്നത് ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ഈ പഞ്ചായത്തിലാണ്. അതിനിപ്പോ എന്താ കുഴപ്പം? കുഴപ്പമുണ്ടല്ലോ. എന്ത്? എന്നിട്ടും ജനസംഖ്യ വർദ്ധിക്കുന്നില്ല. ഞാൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു ആലോചിച്ച് നോക്കി. അതെ. അവസാനം ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. എന്നിട്ട് ഞാൻ മറുപടി പറഞ്ഞില്ല. കാരണം എനിക്ക് അറിയില്ലല്ലോ. നീ അങ്ങനെ വെറുതെ നിൽക്കല്ലേ, ഒന്ന് ആലോചിച്ചേ. അതിപ്പോ ഞാനിപ്പോ എന്ത് ചെയ്യാനാ? സഹായിക്കടാ. ഞാൻ സഹായിക്കണോ? ഓ സൽസ, നീ സഹായിച്ചോ? എന്നാ രണ്ടുപേരും കൂടെ കൂടി ഒരു ഗൂഢാലോചനയൊക്കെ? ചന്ദ്ര, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്നത് ഈ പഞ്ചായത്തിലാണെന്ന് സർവേ റിപ്പോർട്ട്. ആരാ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്? എന്നിട്ടും ഇവിടെ ജനസംഖ്യ കൂടുന്നില്ല, ഈക്വലായിട്ട് നിൽക്കണം. അല്ല, അതിന്റെ കാരണം എന്താണെന്ന് അറിയണല്ലോ, അത് കണ്ടുപിടിക്കണല്ലോ. ഈ കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ രണ്ടുപേരും ഇത്രയും വലിയ തലപൊഞ്ഞ് ആലോചിക്കണേ. ഞാനൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതായത് ഇവിടെ നമ്മുടെ നാട്ടിൽ ഓരോ പെൺകുട്ടികൾ പ്രസവിക്കും തോറും ഓരോ മാന്യന്മാരായിട്ട് മുങ്ങിക്കൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെ ജനസംഖ്യ കൂടും? മനസ്സിലാക്കണം. ഇതൊക്കെ പറഞ്ഞാൽ ഇതല്ലേ സഞ്ചിയിലെ പൊട്ടൻ സാധനമല്ലാണോ? അയ്യോ, ഇതൊരു സിനിമക്കുള്ള തിരക്കഥയാ. അതല്ലേ ഞാൻ പറഞ്ഞ പൊട്ടൻ സാധനമല്ലാണോന്ന്. നീ എന്തിനാ അവനെ തല്ലാൻ പോണത്? അവന് സത്യം പറഞ്ഞല്ലേ. ഒരു മണിയേട്ടാ, ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോയിട്ട് വരാം. ഇവിടെ ഒന്നും ശരിയാവില്ല. അല്ല, എന്റെ ഭാര്യ പ്രസവിക്കാൻ അഡ്മിറ്റ് ചെയ്തിരിക്കുക. പിന്നെയും പ്രസവം. ഇനി ഏത് മാനിനാണാവോ മുങ്ങുന്ന? ആശുപത്രിയിലേക്ക് പോയാ എന്താ? എന്റെ പൊന്നു പ്രസിഡന്റ്, ഞാൻ തല്ലാനും കൊല്ലാനൊന്നും വേണ്ടിയല്ല, ഒരു കാര്യം പറയാൻ വേണ്ടിയാ. എനിക്ക് കുടുംബം എന്ന് പറഞ്ഞാ എനിക്കൊരു വീക്കെൻഡ്സാ. കണ്ടാ സ്നേഹമുള്ളവനെ ഇത്തിരി കഴിക്കുന്നുള്ളൂ. അതുകൊണ്ട് ചേട്ടൻ ആശുപത്രിയിലേക്ക് പോവല്ലേ, ഹോസ്പിറ്റലിലേക്ക് പോവല്ലേ, ഒരു കാര്യം പറയാൻ വേണ്ടിയില്ല. ചേട്ടന്റെ ഭാര്യനെയും കൊച്ചു കുഞ്ഞിനെ വളരെ ശ്രദ്ധാപൂർവ്വം നോക്കിക്കോണം, പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞിനെ. എന്ത് ചോരയല്ലേ ചേട്ടാ? അനാവശ്യം പറയുന്നോടെ കൊന്നല്ലേടാ എന്നെ. സത്യം പറയാൻ പാടില്ല ഇവിടെ. ഇതിലിപ്പോ അത് അങ്ങനെ തല്ലുകൊള്ളുന്നായിരുന്നു കേട്ടോ. ചേട്ടൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആവേണ്ട ആളല്ല, അതിലും മുകളിലേക്ക് വേണ്ട ആളാ. എന്നെ അക്ഷരസ്ഫുടതയാ. സത്യം പറയാൻ പാടില്ല ഇവിടെ മനുഷ്യനിവിടെ. സത്യം പറഞ്ഞ മനുഷ്യനിവിടെ. അവന്റെ ഭാര്യ പ്രസവിച്ച ആ കുഞ്ഞ് നിന്റെ ചോരയാണെന്നാ. എടാ, ഇപ്പൊ അവനെ ആശുപത്രി മുഴുവൻ ചോരക്കളാക്കി കാണും. ഞാൻ സത്യമല്ലേ പറഞ്ഞത്. എന്ത് സത്യമാണ് നീ പറഞ്ഞത്? ചേട്ടനൊരു കാര്യം മനസ്സിലാക്കണം, കച്ചുമ്മ കടിച്ചു കയറിയാ പോരാ. കഴിഞ്ഞ വെള്ളിയാഴ്ച അവന്റെ ഭാര്യനെ പ്രസവിക്കാനായിട്ട് കയറ്റിയപ്പോ എന്റെ 2 കുപ്പി ചോര കൊടുത്തത്. ആ ചോരയല്ലേ ഈ ചോര, മനസ്സിലായോ? നിന്റെ ചോര കുപ്പിയില്, ആ ചോരല്ലേ ഈ ചോര. സംഭവം മനസ്സിലായോ? ഞാൻ സത്യം സംസാരിച്ചത്. നീ സത്യമാണ് സംസാരിച്ചത്. പക്ഷെ നീ ഇപ്പൊ ചെയ്തു വെച്ച പണി എന്താണെന്നറിയാമോ? വലിയൊരു മുട്ടം പാരയാണ് കയറ്റി വിട്ടത്. അപ്പൊ ഇതാണോ ഈ പാര? ഭൂമിയിൽ മനുഷ്യന്മാർ തമ്മിൽ പണിയുന്ന കുന്ത്രാണ്ടമാകുന്നു പാര.